അമ്മൂമ്മേ, പണ്ടത്തെ ഓണമൊക്കെ എങ്ങനായിരുന്നു? എന്റെ മക്കളെ, പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലല്ല. പണ്ടത്തെ ഓണം അത്ത ഉദിച്ചു കഴിഞ്ഞ അന്ന് മുതലേ ഓണം. അപ്പൊ അന്ന് മുതലേ നമ്മൾ അത്തപ്പൂ ഇടാൻ പോകും, വരയ്ക്കാൻ പോകും. വെളുപ്പിനെ കുളിച്ചിട്ട് അത്തപ്പൂ ഇടും, കളവെഴുതി മെഴുകി പീഠം വെച്ചിട്ട് അതിൽ കോളാമ്പി പൂ കുത്തി തുമ്പപ്പൂവും വേറെ നല്ല ആ പൂവെല്ലാം ഇട്ടിട്ട് ഇത് വെച്ചിട്ട് രണ്ടാമത്തെ ദിവസം 3 ദിവസം അങ്ങനെ 10 ദിവസം അത്തപ്പൂ ഇടും. എന്നും മെഴുകിയിട്ട് കുളിച്ചിട്ടൊക്കെ അത്തപ്പൂ ഇടും. അത് കഴിഞ്ഞ് 10 പക്കം വെളുപ്പിനെ പൂവടയെന്നും പറഞ്ഞാൽ എന്താ ഇത് മാറ്റാൻ തൃക്കാക്കര ഇതെല്ലാം മാറ്റേണ്ടി പൂ മാറ്റേണ്ടിയിട്ട് അട ഉണ്ടാക്കിയിട്ട് അട കൊണ്ട് വെച്ചിട്ട് അടയുടെ പുറത്ത് പൂ വിട്ട് മൂടിയിട്ട് അയൽവക്കത്തുള്ള ആമ്പിള്ളേരും നമ്മുടെ ആമ്പിള്ളേരുണ്ട്, അവരും എല്ലാരും കൂടെ വന്ന് കുളിച്ച് തോർത്തുമൊക്കെ ഉടുത്ത് അമ്പും മില്ലും ഉണ്ടാക്കി കൊണ്ടുവന്ന് തിരിഞ്ഞു നിന്നിട്ട് അമ്പയ്യും. തിരിഞ്ഞു നിന്ന് അമ്പയ്യുമ്പോ കൊള്ളുന്ന അപ്പം എല്ലാം അമ്പ എടുക്കുന്നവർക്കാ. അതും കൊണ്ട് കിട്ടുന്നത് അടുത്ത വീടുകളിൽ പോയി അത് കഴിയുമ്പോ പൂവെല്ലാം മാരി കൊണ്ടുവന്ന് ദൂരെ കളഞ്ഞിട്ട് അതെല്ലാം മാരി കളയുമ്പോ പിന്നെ നേരം വെളുത്ത ഓണമല്ലേ. ഓണത്തിന് പിന്നെ എല്ലാരും കുളിച്ച് ഒരുങ്ങി കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കളിക്കാന്, ഊഞ്ഞാലാടാന്, കുടുകുടു കളിക്കാന്, ആമ്പിള്ളാര് വട്ട് കളിക്കാന്, ഓലപ്പന്ത് കളിക്കാന്. അന്നൊന്നും മറ്റേ പന്തില്ല, ഈ ഓലക്കാല് കൊണ്ട് പന്തുണ്ടാക്കി കണ്ണാടിയും തത്തമ്മയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വേഷം കെട്ടി കൊച്ചുങ്ങൾ ഓടി നടന്ന് കളിച്ച് ഒക്കെ അങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ. പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോൾ ഓടി വന്ന് ചോറും കറികളും എല്ലാം കഴിച്ചിട്ട് പിന്നെയും കളിക്കാം. ഊഞ്ഞാലാട്ടമാ പ്രധാനം. അങ്ങനെ ഊഞ്ഞാലാടിയും കളിച്ചും എല്ലാം കഴിഞ്ഞ് ഓണം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഔട്ടമാണല്ലോ. ഔട്ടത്തിൻ്റെ അന്ന് ഒരു ചടങ്ങുണ്ട്, ഔട്ടക്കെട്ട ചവിട്ടി പൊട്ടിക്കണമെന്നൊരു ചടങ്ങുണ്ട്. അത് വീട്ടിൽ അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളത് ചോറ് വെച്ചിട്ട് പിറ്റേ ദിവസം ആ ചോറ് കട്ടയായിട്ടെടുത്ത് അത് കറികള് അന്നത്തെ അല്ല തലേ ദിവസത്തെ കറികളെല്ലാം ഒഴിച്ച് പൊട്ടിച്ച് വാരി തിന്നുന്നതിനാ ഇങ്ങനെ പറയുന്നത്. ഒരു പഴഞ്ചൽ ഇങ്ങനെ പറയുന്നതാ. അത് അങ്ങനെ കഴിഞ്ഞ പിന്നെ ഈ അന്ന് മുതൽ പിറ്റേ ദിവസം 28 ദിവസിയാ ഓണം. അങ്ങനെയൊക്കെ അത് ഓണം കഴിഞ്ഞ ഉടനെ കന്നിമാസത്തിലെ മകത്തിന്റെ അന്നുകൊണ്ട് ഓണം തരും. അതുവരെ ഉപ്പേരി എല്ലാം കാണും. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ പഴയതുപോലെ താളും തകരയും ചേനപ്പിണ്ടിയും വാഴച്ചുണ്ടും ഇതൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് അത് പിന്നെ കുടിക്കുന്നത്, കപ്പയും പച്ചവെള്ളവും ഒക്കെ അങ്ങനെ കഴിയുന്നു. പിന്നെ പിള്ളേരെ എല്ലാരും പിന്നെ സ്കൂള് തുറക്കുമല്ലോ. പിന്നെ അതിനോട് കൂടി എല്ലാവരുടെയും കളികളൊക്കെ കഴിയും. വലിയ പ്രായമുള്ളവരൊക്കെ അവരവരുടെ പണിക്ക് അങ്ങ് പോകും. അങ്ങനെ പോയി അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി ഓണമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെയൊക്കെ കാലത്ത് ഓണം കളിക്കാൻ പറഞ്ഞ കബഡി, അന്നത്തെ കാലത്ത് കുടുകുടു, തുമ്പിതുള്ളല്. അത് അപ്പുറം ഇപ്പുറം നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പിടിച്ച് നമ്മള് വരയിടുന്നതിന്റെ അപ്പുറം കടന്ന തോറ്റു. അപ്പുറത്ത് നിന്ന് പിടിച്ചു പോയെങ്കിൽ അവരും തോറ്റു. അതാണോ കുടുകുടു? അതാ കുടുകുടു. അപ്പൊ ആളിനെ പിടിച്ച് ഇന്നത്തെ കബഡി കളിക്കുന്ന പോലെ തന്നെ പിന്നെ ഈ വട്ട് കളിക്കും. പിന്നെ കോലടി, തിരുവാതിര, അങ്ങനെ പല കളികളൊക്കെ അന്നുണ്ട്. തുമ്പിതുള്ളല്. തുമ്പിതുള്ളൽ എങ്ങനെയാ? തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞാല് 10-12 പിള്ളേരും വലിയവരും എല്ലാം കാണും. അവരെല്ലാരും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു കൊച്ചിനെ അതിന് നടുക്കിരുത്തി ഒരുക്കിയിട്ട് ഉണ്ടല്ലോ പൂവെല്ലാം വാരിയിട്ട് എല്ലാം ഇട്ടിട്ട് കൊച്ചിനെ അതിനിരുത്തിയിട്ട് ആദ്യമേ തുമ്പപ്പൂവും തുമ്പയും തുളസി എല്ലാം കൂടെ വാരി കൈ കൊടുക്കും. അതുകൊണ്ടിരുന്ന് അപ്പൊ ഈ പുറകെ ഇരിക്കുന്നവരെല്ലാം അങ്ങ് പാട്ട് പാടും. വട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നോണ്ട് ഈ ആർപ്പ് വിളിക്കുമല്ലോ ഇന്ന്, അതുപോലെ അന്ന് അങ്ങ് പാട്ട് പാടുമ്പോ ഈ തുള്ളാനിരിക്കുന്നവർക്ക് അങ്ങ് അനുഗ്രഹം കൊള്ളും.
അവരപ്പോഴത്തേക്കിനും തുള്ളി 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 ഈ താഴെ കിടക്കുന്ന പൂവെല്ലാം കൂടെ വാരി തലവഴി അങ്ങോട്ടിട്ട് ഇവരങ്ങ് തുള്ളി. ഇവർക്ക് അറിയത്തില്ല, നമ്മൾ പിടിച്ചാലൊന്നും അറിയത്തില്ല. അപ്പൊ അവര് ബോധം കെട്ട് അങ്ങ് വീഴും. വീഴുന്നുടനെ തന്നെ അവര് കുറെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവര് നല്ല ശരിയാകും, എല്ലാം മാറും. പിന്നെ ഇത് പഴുക്ക കളി ഇന്നത്തെ പോലല്ല. അതൊരു 10-12 പാട്ടുണ്ട്. പക്ഷെ അതെനിക്ക് വരി 10-12 വരി പാട്ടുണ്ട്. പക്ഷെ ഒരു വരി പോലും എനിക്കിപ്പോൾ അറിയില്ല, ഒന്നും ഓർക്കുന്നില്ല. പിന്നെ ഉണ്ടെന്ന് പറയാന് കുടുക്കെന്ന് പറഞ്ഞാൽ കൊടകൂത്തെന്നും പറഞ്ഞൊരു ഇതുണ്ട് പരിപാടി. അതെല്ലാം ഈ പെമ്പിള്ളാരുടെയാ കളി. പിന്നെ പ്രായമുള്ള ഒരു ഓണം ആയതുകൊണ്ട് ഊണും ഒക്കെ കഴിഞ്ഞ് എല്ലാരും കൂടെ അങ്ങ് കൂടും. പണ്ടത്തെ കാലത്ത് എന്തോരപ്പോ ഇന്നത്തെ പോലെ സാരി ഒരുക്കവും പൂവും ഒന്നും ഇല്ല അന്ന്. ചുമ്മാ പഴയ കാലമല്ലേ. ഒന്ന് പറയുമ്പോ ഒരു 70-75 കൊല്ലത്തിന് മുമ്പൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പറയുന്നത്. എനിക്കും അറിയത്തില്ലല്ലോ, എനിക്കൊന്നും ഓർമ്മയില്ല എന്നാവുന്നുള്ളൂ. എനിക്കൊരു 10 വയസ്സ് കഴിഞ്ഞ പിന്നുള്ള ഓർമ്മയുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങൾ അമ്മയുടെ അപ്പൻ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പള്ളിക്കൂടത്തിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പോകുമ്പോഴും 5-ാം ക്ലാസ്സിൽ പോകുന്ന പിള്ളേരൊക്കെ അന്നൊക്കെ അവരങ്ങ് പള്ളിക്കൂടത്തിലും പോകും. നമ്മളൊക്കെ ഇളയത്തങ്ങളുണ്ട് അവരെയും കളിപ്പിച്ച് ഈ മുറ്റത്ത് മണ്ണ് വാരിച്ചേട്ടെ മണ്ണ് വാരി മണ്ണപ്പം ചുട്ട് കളിച്ചത് പാട്ടായിട്ട് കളിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം പറയാൻ മേല വർത്താനം പറയാൻ മേല, എനിക്ക് ശ്വാസം മുട്ടുക. നിങ്ങളുടെ ഇന്നത്തെ കബഡി കളി, അന്നത്തെ കുടുകുടു, പിന്നെ ഈ പന്ത് കളി ഉണ്ടല്ലോ, തലപ്പന്ത് ഓലപ്പന്ത് എന്നൊക്കെ പറയും പിള്ളേര്. നിങ്ങളുടെ കാലത്തില്ല. അതൊന്നും പറഞ്ഞ് കളിക്കുന്നവര് ഈ ഓലക്കാര് കുരുത്തോല എടുത്തിട്ട് പന്തുണ്ടാക്കും. പന്തുണ്ടാക്കിട്ട് ആ പന്താ കളിക്കുന്നത്, അല്ലാത്ത പന്തൊന്നും ഇല്ല അന്ന്. അന്നത്തെ ആ പന്തൊന്നുമില്ല. പിന്നെ തത്ത ഉണ്ടാക്കും, പാമ്പിനെ ഉണ്ടാക്കി, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഓരോ പാട്ട് പാടി, പഴയ പാട്ടുകൾ പാടി പാടി പാടി. എൻ്റെ അമ്മൂമ്മയൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പാടും. ഓരോന്നിങ്ങനെ പാടി. അല്ലാത്തവർ പാടി കേൾക്കുന്നത് എന്താ, അല്ലാത്ത പാട്ടൊന്നും ഇല്ലല്ലോ അന്ന്. വണ്ടിയും വെള്ളവും ഒന്നുമില്ല. എനിക്ക് ഓർമ്മയായപ്പോൾ ഒന്നും വണ്ടിയൊന്നുമില്ല, ഒരു വണ്ടിയാട്ടോ കാറായിട്ടൊന്നുമില്ല. എൻ്റെ കല്യാണത്തിന് പോലും വണ്ടി ഉണ്ടെന്ന് തോന്നില്ല, നടന്നാ പോയത് കല്യാണത്തിന്. കല്യാണം കഴിച്ച് ഞങ്ങൾ നടന്ന് നാസര കച്ചേരിയുടെ കൂടി അവരുടെ വീട്ടിൽ വരെ നടന്ന് റോഡേ പോയെ. വണ്ടി ആ നെത്തൊരു അമ്പലത്തിൻ്റെ പടിയെ കൂടുള്ള റോഡേ പോയെ നടന്ന്. അന്ന് വണ്ടി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും.